ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയം എന്നെ ആശ്വസിപ്പിച്ച, ധൈര്യം നൽകുന്ന, സമാധാനം നൽകുന്ന, നിങ്ങൾക്കും പ്രത്യാശ നൽകും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വചനം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച വചനം സങ്കീർത്തനം 46-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇവിടെ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ഈ ഭൂമിയിലുള്ള ആര് നമുക്ക് ആശ്രയമാണെന്ന് പറഞ്ഞാലും അതെല്ലാം മാറിപ്പോകും. ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണത്. എന്നാൽ വാക്കുമാറാത്തൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകട്ടെ. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടട്ടെ. എപ്പോഴും നമുക്ക് ആശ്രയിപ്പാൻ ഒരു സങ്കേതമുണ്ടെന്ന്, നമുക്ക് ബലമുള്ളൊരു കോട്ടയുണ്ടെന്ന്, അത് നമ്മുടെ യഹോവയായ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോടൊന്ന് പകൽ സംസാരിക്കുകയാണ്. എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഇത് ആശ്വാസമായി മാറട്ടെ. ദൈവം നിങ്ങളുടെ സങ്കേതവും നിങ്ങളുടെ ബലവുമാകട്ടെ. അത് നിങ്ങളുടെ ധൈര്യമാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അങ്ങയുടെ വാഗ്ദത്ത വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഈ വചനം ഈ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടട്ടെ. അതവർക്ക് ആശ്വാസമായി, സന്തോഷമായി പരിണമിക്കട്ടെ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കാൻ സ്തോത്രം ചെയ്യുകയാണ് പിതാവേ. ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറിപ്പോകട്ടെ. സന്തോഷത്താൽ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. സ്തോത്രം. ഇന്ന് പകലും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക. ഐശ്വര്യമായി നിങ്ങളെ അനുഗ്രഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ.